വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ്. അപ്പം നമ്മുടെ തലയിലിരിക്കുന്നത് നമ്മുടെ പൈങ്കിളീൻ്റെ ക്ലിപ്പാണ് കേട്ടോ. അതുപോലെ ഇന്ന് എൻ്റെ മുടി എന്ത് ചെയ്താലും റെഡിയാവുന്നുണ്ടായിരുന്നില്ല. എറ്റ് ലാസ്റ്റ് നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഐബ്രോയിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ത്രെഡ് ചെയ്തിട്ടിപ്പം ഏകദേശം ഒരു വീക്ക് ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഐബ്രോയിനെ നോക്കാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആ വഴിക്കേ പോവാറില്ല. അപ്പം നമ്മൾ ഇന്ന് ഐബ്രോ കറക്റ്റായി എഴുതാൻ പോവുകയാണ്. ഞാനിപ്പോൾ നമ്മുടെ ഐബ്രോ പെൻസിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പെൻസിലിൽ ബ്രഷും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഐബ്രോ സെലക്ട് ചെയ്യുന്നവരാണെങ്കിൽ ബ്രഷും കൂടെ വരുന്ന ഐബ്രോ സെലക്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഐബ്രോ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. അത് നമ്മുടെ ഐബ്രോയ്ക്ക് കറക്റ്റ് മാച്ച് ആയിരിക്കും കേട്ടോ ഗായ്സ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എപ്പോഴും നമ്മുടെ ഐബ്രോ എഴുതാറുള്ളത്. ആ ഒരു മെത്തേഡാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഐബ്രോയിൻ്റെ ക്യാപ്പും നമുക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ ബ്രഷ് വരുന്ന ഈ ഒരു ക്യാപ്പിൻ്റെ ഭാഗം ഞാൻ ലാസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഐബ്രോ ജസ്റ്റ് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനനുസരിച്ച് നമ്മുടെ ഐബ്രോ എഴുതാൻ തുടങ്ങാം കേട്ടോ ഗായ്സ്. അപ്പം നിങ്ങൾ എപ്പോൾ ഐബ്രോ എഴുതിയാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നമ്മുടെ ഐബ്രോ എഴുതൽ സ്റ്റാർട്ട് ചെയ്യരുത്. അത് കംപ്ലീറ്റ്ലി റോങ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊളായി പോവും. പിന്നെ നമ്മൾ പോയി ഒന്നും കൂടെ നമ്മുടെ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് റെഡിയാക്കേണ്ട വരും. നിങ്ങൾ എഴുതുമ്പം ഈ ഒരു മിഡിൽ പോയിന്റ് കണ്ടില്ലേ, ഈ ഒരു മിഡിൽ പോർഷനിൽ നിന്ന് വേണം നിങ്ങൾ എഴുതാൻ തുടങ്ങാൻ. അവിടുന്ന് നമ്മൾ താഴേക്ക് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാനാണ് പാടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലൈനിനനുസരിച്ച് അത് കഴിഞ്ഞിട്ട് തൊട്ട് മുകളിലത്തെ ഒരു ലെയറിലും നമ്മളൊന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ മിഡിൽ പോർഷനിൽ നിന്ന് നമ്മൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. മുകളിലും നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഐബ്രോവിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് ലൈറ്റായി നമ്മൾ ആ ഷേപ്പ് മുകളിൽ കൂടെ ജസ്റ്റ് വരയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗായ്സ്. ഇപ്പം നമ്മളിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്രഷ് യൂസ് ചെയ്ത് നമ്മുടെ ഐബ്രോസ് നന്നായി കോംബ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ കോംബ് ചെയ്ത് വെക്കുക. കോംബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു പോർഷനിലാണ് കുറച്ചും കൂടി കറക്റ്റ് ആക്കേണ്ടതെന്ന്. അങ്ങനെ നമ്മൾ ആ പോർഷനും കൂടി ഇപ്പം എഴുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ബ്രഷും കൊണ്ട് നമ്മൾ ഒന്നും കൂടി അത് കോംബ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല ഹാർഡായിട്ട് ഒരിക്കലും നിങ്ങൾ എഴുതരുത്. നമ്മൾ ഈ പെൻസിലും കൊണ്ട് നമ്മുടെ ബുക്കിൽ എഴുതുന്ന പോലെയൊന്നും നിങ്ങൾ കറക്റ്റ് നമ്മുടെ ഐബ്രോയിലൊന്നും ചെയ്യരുത്. നൈസായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാൻ, ഒരു ഔട്ട്ലൈനൊക്കെ ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. അതിനുശേഷം നമ്മുടെ ബ്രഷ് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പതുക്കെ അത് കോംബ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഐബ്രോസ് എല്ലാം ലെവലാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഐബ്രോ ഞാനിവിടെ ലെവലാക്കിയിട്ടുണ്ട് ഗായ്സ്. അറ്റ് ലാസ്റ്റ് നമ്മളിവിടെ ഐബ്രോ എഴുതൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ചെറിയൊരു ഫിനിഷിങ് ടച്ചും കൂടെ വന്നാൽ നമ്മുടെ ഐബ്രോ ഇവിടെ സെറ്റ് ആവും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ഹാർഡായിട്ട് ഒരിക്കലും നമ്മുടെ ഐബ്രോസ് ഒന്നും എഴുതാൻ പാടില്ല. ലൈറ്റായി എഴുതിയിട്ട് നിങ്ങളിങ്ങനെ കോംബ് ചെയ്താൽ മാത്രം മതി. കറക്റ്റായി നമ്മുടെ ഐബ്രോ അവിടെ ഇരുന്നോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊരു പുതിയ ഹെയർ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഐബ്രോ ത്രെഡ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫിനിഷിംഗ് ലുക്കാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. അപ്പോൾ ഒരു പണിയില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ മിഡിൽ പോർഷനിൽ നിന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക, കോംബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഐബ്രോ ഇവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ബ്രഷ് സെലക്ട് ചെയ്യുമ്പം കോംബ് ചെയ്യാൻ പറ്റിയ ബ്രഷും അതുപോലെ ബ്രൗൺ ഷെയ്ഡ് വരുന്ന ബ്രഷും നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. അതായിരിക്കും കൂടുതലായിട്ട് മാച്ച് ചെയ്യുക ഗായ്സ്. ഇപ്പം നമ്മുടെ ഐബ്രോയിൻ്റെ ബിഫോറും ആഫ്റ്റർ ലുക്കും കണ്ടാലോ. അപ്പോൾ ബിഫോർ നമ്മുടെ ഐബ്രോ ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്ക് ആഫ്റ്റർ ലുക്ക് നോക്കാം. അപ്പോൾ ആഫ്റ്റർ ലുക്ക് സൂപ്പർ ആയിട്ടില്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.